അപ്പോൾ അവരുടെ പിൻഗാമികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് തലമുറ മുന്നോട്ട് പോകുമ്പോൾ അല്ല പിന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഏത് രാജ്യമാണ് അതൊക്കെ ഇതിലേ കണ്ടുപിടിക്കാൻ പറ്റും. തലമുറയ്ക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ യുദ്ധം നിമിത്തം മരിച്ച ഒരു വ്യക്തിയുടെ ഇത് അവർക്കുണ്ട്. ആ ജീനാണ് കിട്ടുന്നത്. ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? രാഹു എന്ന് പറയുന്നത് പിതാമകൻ, കേതു എന്ന് പറയുന്നത് മാതാമഹി, പിതാമഹി മാതാമഹി. അപ്പൊ അമ്മ വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത് കേതുവിനെ വെച്ചിട്ടാണ്. മുൻ തലമുറകളെ അറിയാം, അതായത് നമ്മുടെ പൂർവികരെ അറിയാം. രാഹു കേതുക്കളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. അതായത് നമ്മളുടെ ഇപ്പം പൂർവികർ, ഇപ്പൊ ചിലർ വരെയാണ് നമ്മുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പൂർവികരുടെ എന്തെങ്കിലും ദോഷമുണ്ടോ, പിതൃദോഷം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ അതിന്റെ ഈ നമ്മളിപ്പം ആണ്ടുബലി എന്നൊക്കെ പറയുന്നത്, ഇത് നമ്മളിതിൽ ഓർമ്മ പെരുന്നാളെന്നൊക്കെ പറയും. ഇത് നമ്മൾ ഓർമ്മിച്ചില്ലെങ്കിൽ അതിന്റെ ദോഷം, അത് പിതൃക്കളുടെ ശാപം എന്ന് പറയും. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? രാഹു എന്ന് പറയുന്നത് പിതാമകൻ, കേതു എന്ന് പറയുന്നത് മാതാമഹി, പിതാമഹി മാതാമഹി. അപ്പൊ അമ്മ വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത് കേതുവിനെ വെച്ചിട്ടാണ്. ഇപ്പൊ കേതു 4-ാം ഭാവം, അത് ഏത് വീട്ടിലാണോ നിൽക്കുന്നത്, ഏത് വീട്ടിലാണോ. അപ്പം 12 രാശി ഉണ്ടല്ലോ, മേടം മുതൽ മീനം വരെ 12 രാശിയിൽ ആ കേതുവിന് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വക്ഷേത്രമില്ല. രാഹുകേതുക്കൾക്ക് മറ്റുള്ള ഗ്രഹങ്ങൾക്ക് ഇപ്പം ശുക്രനാണെങ്കിൽ ഇടവും തുലാവും സ്വക്ഷേത്രമാണ്, മേടവും വൃശ്ചികവും ചൊവ്വയ്ക്ക് സ്വക്ഷേത്രമാണ്, ശനിക്ക് മകരവും കുംഭവും. അതുപോലെ രാഹുകേതുക്കൾക്ക് സ്വക്ഷേത്രമില്ല. അവർ ഏത് വീട് നിൽക്കുന്നോ അത് അവർ സ്വന്തം വീടാക്കും. എങ്ങനെയാണ്? പിന്നെ ഉച്ചഭാവം പറയും. വൃശ്ചികത്തിൽ കേതു നിന്ന് കഴിഞ്ഞാൽ ഉച്ചൻ, ആപ്പോസിറ്റ് ഇടവത്തിൽ വന്നു കഴിഞ്ഞാൽ നീചൻ. അതേപോലെ രാഹു. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത, നമുക്കിപ്പം 4 തലമുറ അല്ലെങ്കിൽ 5 തലമുറയ്ക്ക് മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഈ നിധി എന്ന് പറയുന്നത് കിട്ടുന്നതൊക്കെ അങ്ങനെ കേതുവിനെ വെച്ചിട്ടുള്ള കണക്കാണ്. ഇപ്പം ഞാൻ 4-ാം ഭാവം പറഞ്ഞില്ലേ, 4-ാം ഭാവം. അപ്പം ഇതിലൊരു പുരാണ കഥ പറയുന്നത്, ഒരു ഋഷി തപസ് അനുഷ്ഠിച്ച് ശിവപ്രീതിയൊക്കെ നേടി ബ്രഹ്മാവിൻ്റെ അടുത്ത്, സത്യലോകത്ത് ബ്രഹ്മാവിൻ്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം കിട്ടി. എന്നുവെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ്. അതായത് ഉടലോടെ സ്വർഗം, ശരീരത്തോടെ സ്വർഗം പോയി സത്യലോകത്തെത്തി ബ്രഹ്മാവിൻ്റെ അടുത്തിരിക്കാൻ ഉള്ള യോഗം. അപ്പോൾ ഒരു വിഷയനിമിത്തം ദേവേന്ദ്രൻ മറ്റുള്ള ദേവകളെല്ലാം ദേവമാതാവായ ഗംഗയും കൊണ്ടുവരെയാണ് ഒരു കാര്യം പറയാൻ. ഗംഗാദേവിയും വരെയാണ്, ദേവമാതാവല്ലേ. അപ്പോൾ ഋഷിക്ക് ഒരു ആഗ്രഹം, എല്ലാവരും, അത് തമിഴിലൊരു വേർഡ് വരും, എങ്ങനെയെന്ന് വെച്ചാൽ ഇളം കാറ്റടിക്കുമ്പോൾ ദേവമാതയുടെ മേലാടை വിലകും, മേലാടை വിലകുമ്പോൾ എല്ലാവരും നിലം നോക്കുക. ദേവമാതയെ അങ്ങനെ നോക്കാൻ പാടില്ല, വേറെ മെൻറ്റാലിറ്റിയിൽ. ഈ ഋഷി നിലം നോക്കും. നിലം നോക്കുന്ന വെച്ചാൽ ആഗ്രഹിക്കും. അപ്പോഴാണ് ബ്രഹ്മ പറയണത്, ഇനി ഇവിടെ ഇരിക്കാൻ പറ്റൂല. ഒരു ആഗ്രഹം ജനിച്ചു മനസ്സിൽ, ഭൂലോകത്ത് പോകണം, അവിടെ ജനിക്കണം, ദേവമാതാവിനെ വിവാഹം കഴിക്കണം, ആഗ്രഹിച്ചു പോയി. ഗംഗയെ വിവാഹം കഴിക്കണം. ആ ഒരു ജന്മമാണ് സാന്തനു മഹാരാജാവ്. ഭൂലോകത്ത് ജനിച്ച് ഒരു പുത്രനെ കിട്ടും, ഭീഷ്മറിനെ. അപ്പം ഇത് ഈ മാതാമഹി. അപ്പം അതിൽ വരുന്നത് ആരാണ് വരുന്നത്? ഭീഷ്മറിനെ ഞങ്ങൾ പറയുന്നത് പിതാമകൻ. അത് രാഹുവിനെ വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു ഗ്രഹനിലയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പൂർവികർ 4-ാം ഭാവം നമ്മളെടുത്ത് ഒരു 6 തലമുറയ്ക്ക് മുന്നേ അങ്ങനെ എടുക്കാം. കേതുവിൻ്റെ കൂടെ ഒരു വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഇവർ കൂടുതലും വൈദ്യത്തൊഴിൽ എന്ന് പറയുമ്പോൾ അന്നത്തെ സസ്യ മരുന്നുകൾ, പച്ചമരുന്നുകൾ. അപ്പം ആ പിന്തുടര അവകാശം അത് അങ്ങനെ നോക്കുമ്പോൾ, ആ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടോ, പഠനം ആഗ്രഹിക്കുന്നുണ്ടോ, മെഡിസിൻ പഠനം ആഗ്രഹിക്കുന്നുണ്ടോ? അവർ അതെ ഉണ്ട്. അപ്പം ആ അനുഗ്രഹമാണ് ആരുടെ? ആ പിതാമകൻ്റെ നോക്കുകയാണെങ്കിൽ രാഹുവിൻ്റെയും, മാതാമഹിയുടെ നോക്കുകയാണെങ്കിൽ കേതുവിൻ്റെയും. അപ്പം ഈ ഗുരുവും ചേർന്ന് ഈ കുട്ടിയുടെ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും നിധിയോഗവും പറയണം, മെഡിസിനിൽ പഠിക്കാൻ കുട്ടിക്ക് താല്പര്യം ഉണ്ടാതെ. അപ്പം ഈ 6 തലമുറയ്ക്ക് മുമ്പ് ആ കുടുംബത്തിൽ ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. തിരിച്ച് കുജനാണ് കേതുവിൻ്റെ കൂടെ നിൽക്കുന്നത്. യുദ്ധം നിമിത്തം മരിച്ച മുൻഗാമി, അത് തലമുറകൾ പുറകെ ഒരു 6 തലമുറയ്ക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ യുദ്ധം നിമിത്തം മരിച്ച ഒരു വ്യക്തിയുടെ ഇത് അവർക്കുണ്ട്. ആ ജീനാണ് കിട്ടുന്നത്. അപ്പം മിലിറ്ററിയിൽ ഒരു കൊച്ച് ആഗ്രഹിക്കുന്നുണ്ടോ, പോലീസിന് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ടോ? ഇതാരെ വെച്ച് നോക്കും? കേതുവിനെ വെച്ചും രാഹുവിനെ വെച്ച് നോക്കാം, പിതാ വഴിയോ മാതാ വഴിയോ. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത, പേര് പറയാം. ഈ കേതുവിനെ വെച്ചിട്ട് അമ്മയുടെ പിൻഗാമികൾ, രാഹുവിനെ വെച്ചിട്ട് അച്ഛൻ്റെ പിൻഗാമികളുടെ നോക്കുമ്പോൾ പേര് വരെ നമുക്ക് പറയാം. ഇന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു, ഇന്ന ഗ്രാമത്താണ് അവരിരുന്നത്, ഇന്ന ഏരിയയിലാണ് ഇരുന്നത്, ഇതെല്ലാം അറിയാൻ സാധിക്കും.
കേതു രാഹുക്കളുടെ ഒരു പ്രത്യേകത മുൻ തലമുറകൾ അറിയാനുള്ള ഒരു മാർഗം. അപ്പം ചിലർ പറഞ്ഞില്ലേ കുടുംബക്ഷേത്രം അറിയില്ല. അപ്പം 6 തലമുറയ്ക്ക് മുന്നേ അവർ ഗ്രാമം വിട്ടു പോയിരിക്കാം. ഒരു ജോലി നിമിത്തം അച്ഛൻ്റെ അച്ഛൻ അവിടെ നിന്ന് മാറി താമസിച്ച് വന്നിരിക്കാം. അപ്പം ആ ബന്ധങ്ങൾ വിട്ടുപോകും. ഇത് മെയിനായിട്ട് ഞങ്ങൾ രാജകീയതകളെ നോക്കുന്നത് കുടുംബ പരദേവത കണ്ടുപിടിക്കാനും പിൻഗാമികളുടെ കാര്യങ്ങൾ. ഇപ്പോൾ പാചകത്തിൻ്റെ ഇത് നോക്കാം. അപ്പം തമിഴ്നാട്ടിലൊക്കെ ഒരു 2 തലമുറയ്ക്ക് മുന്നേ വരെ തപസ് പിള്ള എന്ന് പറയും. പറയുന്നത് തപസ് പിള്ള എന്ന് പറയുന്നത് പാചകക്കാരനെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അപ്പം അതിൽ നമ്മൾ ഒരു വിട്ടുപോയി. ഒരു 4 തലമുറയ്ക്ക് മുന്നേ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അത് ആർക്കും അറിയില്ല. ഒരു മോൻ ഹോട്ടൽ മാനേജ്മെന്റിൽ താല്പര്യം കാണിക്കുന്നുണ്ടോ, ഹോട്ടൽ ബിസിനസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഇതിൽ വരും. അത് 8 തലമുറയാണ് കണക്ക്. ഉണ്ട്, തീർച്ചയായിട്ടും ആ ജീനുകൾ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ മാറും. അപ്പൊ ഈ 8 തലമുറ ഇത് വരും. ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഇപ്പൊ പറഞ്ഞ പോലെ സാഹിത്യം പറയാം. വൈദ്യന്റെ ഇത് പറഞ്ഞില്ലേ, അതുപോലെ പണ്ടെന്ന് പറഞ്ഞാൽ പുലവർ എന്ന് പറയും. അവർ ഏടിലാണ് ഓരോന്ന് എഴുതി വെക്കുന്നത്. ഒരു ദേവി സ്തുതിയോ അല്ലെങ്കിൽ ദേവന്റെ സ്തുതിയോ. അന്ന് സിനിമ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഈ സ്തുതികൾ എഴുതി വെക്കുന്നത് തമിഴിന്റെ വ്യാകരണം, തമിഴ് വ്യാകരിക്കുന്നത് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കുട്ടികളുടെ സാഹിത്യ ബോധം വരും. അത് ഈ കേതു രാഹുക്കളുടെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കേതു എന്ന് പറയുന്നത് മാതാമഹി, രാഹു എന്ന് പറയുന്നത് പിതാമഹൻ. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് ദൈവങ്ങളെ ഇപ്പം നമുക്ക് ഓരോന്നിനും ഓരോ ദേവത നമ്മൾ പറയുന്നത്. ശനീശ്വരൻ നമ്മൾ പറയുന്നത് ശാസ്താവാണ്. ചന്ദ്രനാണെങ്കിൽ ശുക്രൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ദുർഗാമ്മയെ പറയണം ദേവത. ചൊവ്വ ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പറയണം. ഗ്രഹനിലയിൽ ഇഷ്ടഭാവം, അത് 5-ാം ഭാവം 9-ാം ഭാവം തന്നു കഴിഞ്ഞാൽ. അതുപോലെ കേതുവിനെ പറയുകയാണെങ്കിൽ ഗണപതി പ്രീതി. ഗണപതിയുടെ ഒരു വിഗ്രഹം അവർ വീട്ടിൽ കാണാം. നമ്മൾ ചോദിക്കും, നിങ്ങൾ ഈ 4 കേതു ഉച്ചനായിട്ട് നിൽക്കുകയാണ്, നിങ്ങളെ വീട്ടിൽ ഒരു ഗണപതിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു? ആ തലമുറകൾക്ക് മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പം കൈമാറ്റം കിട്ടി, ഇപ്പം അച്ഛൻ്റെ കയ്യിലുണ്ട്. അവരത് പറയും. കുഞ്ഞു വിഗ്രഹമായിരിക്കും ഗണപതിയുടെ വിഗ്രഹം കാണണം. രാഹു ആണെങ്കിൽ കുടുംബ കാവ്, അത് കാവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് കറക്റ്റ് അവരുടെ ചോദിക്കുമ്പോൾ അവർ പറയും ഇത് സത്യമാണ്. അപ്പം ഇത് നമ്മൾ നോക്കേണ്ടത് രീതിയിൽ നോക്കണം. നീചനായി പോയാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേതുവിന് രാഹുവിന് സ്വക്ഷേത്രമല്ല. അവർ നിൽക്കുന്ന വീട് അവർ സ്വന്തമാക്കും. പിന്നെ നീച ഉച്ചം ഉണ്ട്. വൃശ്ചികത്തിൽ കേതു ഉച്ചനാകുമ്പോൾ രാഹു ആപ്പോസിറ്റ് നീചനാകും, തിരിച്ച്. അപ്പം അങ്ങനെ നീചനായി കഴിഞ്ഞാൽ ഈ ഫലം ഒന്നും ഫലിക്കില്ല. കണ്ടുപിടിക്കാനും പാടാണ്. പിൻഗാമികളെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു സമുദായം, കേരളം പണ്ട് 14 ജില്ലക്കാരെ കൊണ്ടാണ് കേരളം ഉത്ഭവിച്ചത്. പരശുരാമൻ മലയുറഞ്ഞു 14 ജില്ലക്കാരാണ്. അപ്പം അതിന് ശേഷം വന്ന നമുക്ക് സമുദായങ്ങൾ നോക്കിയാൽ അറിയാം, ദൂരെ നിന്നൊക്കെ വന്ന്. അപ്പോൾ അവരുടെ പിൻഗാമികൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 7 തലമുറ മുന്നോട്ട് പോകുമ്പോൾ അല്ല പിന്നോട്ട് പോകുമ്പോൾ അത് ഏത് രാജ്യമാണ്, അതൊക്കെ ഇതിലേ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ നമുക്കിപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയാം നമുക്ക് അച്ഛനെ അറിയാം, അച്ഛൻ്റെ പേര് അറിയാം, അദ്ദേഹത്തിൻ്റെ അച്ഛനെ അറിയില്ല. ഇതാണ് അവസ്ഥ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.